ഇന്ത്യയിലെ നവോത്ഥാന പ്രക്രിയ പൊതുവിൽ പറഞ്ഞാൽ അതിപ്പോൾ ബംഗാളിലായാലും ഇന്ത്യയിലെ മറ്റു പല പ്രദേശങ്ങളിലായാലും നവോത്ഥാന പ്രക്രിയ അരങ്ങേറിയത് ഏറിയ പങ്കും മേൽജാതികളുടെ വിഭാഗങ്ങൾക്കുള്ളിൽ മത നവീകരണപരമായ താൽപ്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ഇന്ത്യയിലെ നവോത്ഥാന ശ്രമങ്ങൾ വലിയ പങ്ക് നടന്നത്. റാംമോഹൻ്റെയും ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നടന്ന പരിശ്രമങ്ങളുടെ അടിസ്ഥാനപരമായ ഒരു താൽപ്പര്യം ഹിന്ദു മതത്തെ ഒരു ആധുനിക മതമാക്കി അല്ലെങ്കിൽ ആധുനിക മൂല്യങ്ങൾക്ക് ഇണങ്ങുന്ന ഒരു മതമാക്കി മാറ്റുക എന്നതായിരുന്നു അതിലെ മുഖ്യമായൊരു താൽപ്പര്യം. ഹിന്ദു മതത്തിനകത്തുള്ള അനാചാരങ്ങൾ പരിഷ്കരിക്കുക, അതിലെ അന്ധവിശ്വാസപരമായ അംശങ്ങളിൽ നിന്ന് അതിനെ പുറത്തു കൊണ്ടുവരിക, അങ്ങനെ നമ്മുടെ ആധുനിക കാലത്തോട് ചേർന്നു പോകാൻ പറ്റുന്ന ഒരു മതമായി ഹിന്ദു മതത്തെ രൂപാന്തരപ്പെടുത്തുക എന്ന നിലയിലാണ് റാംമോഹൻ്റെയും ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ബംഗാളിലെ നവോത്ഥാനവും ഇന്ത്യയിലെമ്പാടും നടന്ന നവോത്ഥാനത്തിൻ്റെ ഒരു മുഖ്യധാര ആ നിലയിലായിരുന്നു. എന്നാൽ കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന സവിശേഷമായ രണ്ട് കാര്യങ്ങൾ. അതിലൊന്ന്, കേരളത്തിലെ നവോത്ഥാനത്തിൻ്റെ മുഖ്യധാര എന്ന് പറയുന്നത് മതനവീകരണപരം എന്നതിനേക്കാൾ ജാതി നശീകരണപരമായ താൽപ്പര്യങ്ങളിൽ വേരുപിടിച്ചതായിരുന്നു എന്നതാണ്. അത് നാരായണ ഗുരുവാകട്ടെ, അയ്യങ്കാളിയാകട്ടെ, പൊയ്കയിലപ്പച്ചനാകട്ടെ, പണ്ഡിറ്റ് കറുപ്പനാകട്ടെ, നമ്മുടെ നവോത്ഥാന ചരിത്രത്തിലെ പ്രധാനപ്പെട്ട വലിയ പേരുകളൊക്കെ എടുത്താൽ, അല്ലെങ്കിൽ ഗുരുവിന് മുമ്പേയുള്ള അയ്യാവൈകുണ്ഠനെ പോലുള്ള ആളുകളാകട്ടെ, ഇവരെ ആകെ എടുത്താൽ ഇവരേറ്റുമുട്ടിയത് മുഖ്യമായിട്ടും ഹിന്ദു മതത്തിലെ അനാചാരങ്ങൾ എന്നതിനോടല്ല, മറിച്ച് ജാതി എന്ന അടിസ്ഥാന ഘടനയോടാണ്. ഇത് വലിയ വ്യത്യാസമാണ്. കാരണം ജാതിയാണോ മതത്തിനകത്തുള്ള അനാചാരങ്ങളാണോ പരിഷ്കരിക്കപ്പെടേണ്ടത്, ഇല്ലാതാക്കപ്പെടേണ്ടത് എന്ന ചോദ്യത്തിന് മതത്തിനുള്ളിലെ അനാചാരങ്ങളെ പരിഷ്കരിച്ച് മതത്തെ മെച്ചപ്പെടുത്തിയെടുക്കുക, അതിനെ ഒരു ആധുനിക മൂല്യത്തിലേക്ക് കൊണ്ടുവരിക എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യൻ സമൂഹത്തെ സഹസ്രാബ്ദങ്ങളായി അട്ടിമറിക്കുന്ന, അല്ലെങ്കിൽ ഒരു സമത്വത്തെ നിഷേധിക്കുന്ന, അതിനെ ഒരു പീഡിത സമൂഹവും പീഡക സമൂഹവുമായി വിഭജിക്കുന്ന ജാതി വ്യവസ്ഥയെ തകർക്കാതെ, അതിൻ്റെ വേരറുക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടാതെ നമുക്ക് നവോത്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല. ഒരാധുനിക സമൂഹ രൂപീകരണത്തിന് വഴി തുറക്കാൻ കഴിയില്ല എന്ന നിർണായകമായ തിരിച്ചറിവിലാണ് നമ്മുടെ നവോത്ഥാന ശ്രമങ്ങൾ ആരംഭിക്കുന്നത്. വാസ്തവത്തിൽ അതിൻ്റെ ചരിത്രം നോക്കിയാൽ, ഇപ്പോൾ ഗുരുവിൻ്റെ അരുവിപ്പുറത്തെ പ്രതിഷ്ഠയായിട്ടോ ഉരുട്ടമ്പലത്തിലെ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടിയുള്ള സമരമായിട്ടോ ഒക്കെ അതിൻ്റെ പ്രാരംഭ സ്ഥാനങ്ങളെ കാണാമെങ്കിലും ഒരുപക്ഷെ ചരിത്രത്തിൽ അതിനേക്കാളൊക്കെ മുമ്പ് തന്നെ നമുക്ക് ജാതിവിരുദ്ധമായ ഈ പരിശ്രമങ്ങളുടെ പ്രാരംഭം കാണാം. വേണമെങ്കിൽ ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തേത് എന്ന് പറയാവുന്നത് അയ്യാവൈകുണ്ഠൻ്റെയും മറ്റുമൊക്കെ പ്രചോദനത്തിൽ നിന്ന് 19ാം നൂറ്റാണ്ടിൻ്റെ ഒന്നാം പകുതിയിൽ രൂപപ്പെട്ടു വന്ന മേൽമുണ്ട് കലാപമെന്നോ ചാന്നാർ ലഹളയെന്നോ മാറുമറക്കൽ സമരമെന്നോ ഒക്കെയുള്ള പല പേരുകളിൽ വിശേഷിപ്പിക്കപ്പെട്ട ഒരു സമരത്തിലാണ് ഒരർത്ഥത്തിൽ നമ്മുടെ നവോത്ഥാനത്തിൻ്റെ ആരംഭം എന്ന് പറയാം. കാരണം ഈ കലാപങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നത് ഒരു വ്യക്തിക്ക് സ്വന്തം ശരീരത്തിലുള്ള അവകാശം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു വ്യക്തിയുടെ ശരീരം അയാളുടെ ഉടമാവകാശത്തിലുള്ളതാണ് എന്ന് പറയുകയും ശരീരത്തിന് മുകളിലുള്ള സ്വാധികാരത്തെ സ്ഥാപിച്ചെടുക്കുക എന്നതിനെ മുൻനിർത്തിയുള്ള വലിയൊരു സമരമായിട്ടാണ് മേൽമുണ്ട് കലാപത്തെയൊക്കെ നമ്മൾ ഇന്ന് കാണേണ്ടത്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ജാതി എന്ന് പറയുന്നത് മതത്തെപ്പോലെ ഒരു അമൂർത്തമായ ആശയമല്ല. ജാതി എന്നത് ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഗതിയാണ്, ശരീരനിഷ്ഠമായ ഒന്നാണ്. അതുകൊണ്ടാണ് ഈ ജാതിയെ വിമർശിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ, പ്രത്യേകിച്ചും കേരളത്തിലെ നാരായണ ഗുരുവായാലും അല്ലെങ്കിൽ കുമാരനാശാനായാലും ഒക്കെ ശരീരനിഷ്ഠമായ ആശയങ്ങളിലേക്ക് മടങ്ങുന്നത്. ഇപ്പോൾ ഈ വർഷമെന്ന് പറയുന്നത് ചണ്ടാല ഭിക്ഷുകിയുടെ ശതാബ്ദി വർഷമാണ്. 1922 ഡിസംബറിലാണ് കുമാരനാശാൻ ചണ്ടാല ഭിക്ഷുകി എഴുതിയത്. ചണ്ടാല ഭിക്ഷുകിയിൽ ആശാൻ ജാതിക്കെതിരെ ഉയർത്തുന്ന വിമർശനങ്ങളുടെ കാതലായി വരുന്ന ഒരു വാക്യം, ചണ്ടാലി തൻ്റെ മെയ്യ്
ദ്വിജന്റെ ബീജപിണ്ഡത്തിന് ഊഷരമാണോ എന്നൊരു ചോദ്യമാണ്. ചണ്ടാലിയുടെ ശരീരം ദ്വിജന്റെ ബ്രാഹ്മണന്റെ ബീജത്തെ സ്വീകരിക്കാൻ പറ്റാത്ത ഒന്നാണോ എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട്. ഈ ചോദ്യം വാസ്തവത്തിൽ ഗുരു ജാതിക്കെതിരെ ഉയർത്തിയ വിമർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് കാണാം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ എന്ന് ശരീരത്തെ മുൻനിർത്തുന്ന ജാതി. അതല്ലാതെ ജാതിക്ക് വേറെ അടിസ്ഥാനങ്ങളൊന്നുമില്ല, പുണർന്നു പെറുന്നതെല്ലാം ഒരിനമാം എന്ന് പറഞ്ഞ് തമ്മിൽ ഇണചേർന്ന് അടുത്ത തലമുറയായി തീരാൻ കഴിയുന്നതെന്തോ അതൊരു ജാതി, അതിനപ്പുറം വേറെ ജാതിയില്ല എന്നിങ്ങനെ ശരീരത്തെ കേന്ദ്രമാക്കി ജാതിയെ മറികടക്കാനും ജാതി എന്ന് പറയുന്ന വ്യത്യാസം മനുഷ്യർക്കിടയിൽ ഇല്ല എന്ന് സ്ഥാപിക്കാനും എന്തുകൊണ്ടാണ് ഇവരൊക്കെ മുതിരുന്നത് എന്ന് ചോദിച്ചാൽ, ചരിത്രത്തിൽ ജാതി പ്രവർത്തിച്ചത് ശരീരമായിട്ടാണ്. ജാതി ശരീരം, തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, കണ്ടുകൂടാത്തവർ, നിഴൽ വീണുകൂടാത്തവർ എന്നിങ്ങനെ മൂർത്തമായ ശരീരത്തെ ജാതിയുടെ പാർപ്പിടമാക്കിക്കൊണ്ടാണ് വാസ്തവത്തിൽ ജാതി വ്യവസ്ഥ സഹസ്രാബ്ദങ്ങളായി നിലനിന്നത്. അതുകൊണ്ട് ഈ ജാതിയുടെ ഏകതയിൽ ഉന്നുക, അമൂർത്തമായ ഒരു തത്വം പറയുകയല്ല, മറിച്ച് ജാതിയുടെ ഏകതയിൽ, ശരീരത്തിൻ്റെ ഏകതയിൽ ഉന്നുക, ഒരു ശരീരമായതുകൊണ്ട് ഒരു ജാതിയാണ് എന്ന് പറയുക. ഈ ജാതിയുടെ ഏകതയെ സ്ഥാപിച്ച് ജാതി ഭേദങ്ങൾക്കെതിരെ മനുഷ്യ സമത്വത്തെ ഉയർത്തിക്കൊണ്ടുവരിക. അതുകൊണ്ട് കേരളീയ നവോത്ഥാനത്തിൻ്റെ ചരിത്രപരമായ വലിയ വ്യത്യാസം അത് മതനവീകരണപരമല്ല, മനുഷ്യ സമത്വത്തിൻ്റെ സ്ഥാപനത്തിന് വേണ്ടിയുള്ള വലിയൊരു പരിശ്രമമായിരുന്നു. ഇത് വലിയ വ്യത്യാസമാണ്. ഒരു മതത്തെ അതിൻ്റെ അനാചാരങ്ങളിൽ നിന്ന് മോചിപ്പിക്കുക എന്ന ലക്ഷ്യം ഒരു കാര്യമാണ്. ഞാനത് തെറ്റാണെന്ന് പറയല്ല, അതൊരു പ്രധാന കാര്യമാണ്. പക്ഷെ ഒരു മതത്തെ അതിൻ്റെ അനാചാരങ്ങളിൽ നിന്ന് മോചിപ്പിക്കുക എന്നതിനപ്പുറം മനുഷ്യ സമത്വത്തെ സ്ഥാപിച്ചെടുക്കുക എന്നത് വളരെ വ്യത്യസ്തമായൊരു മറ്റൊരു കാര്യമാണ്. ഈ മനുഷ്യ സമത്വം എന്ന ആശയമാണ് വാസ്തവത്തിൽ ആധുനിക സമൂഹത്തിൻ്റെ ആധാര തത്വമായിട്ട് നിലനിൽക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൻ്റെ നവോത്ഥാന ശ്രമങ്ങളെന്ന് പറയുന്നത് വാസ്തവത്തിൽ കേരളത്തിൻ്റെ ആധുനിക സമൂഹ രൂപീകരണത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ അടിസ്ഥാനമാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ അടിസ്ഥാനത്തെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ജാതിയെ മുൻനിർത്തുന്ന, ജാതിയുടെ ഏകതയെ മുൻനിർത്തുന്ന, ശരീരമാണ് ജാതി എന്നതുകൊണ്ട്, ശരീരം ഒന്നായതുകൊണ്ട് ജാതിയും ഒന്നാണ് എന്ന് വാദിക്കുന്ന ജാതി വിമർശനത്തിൻ്റെതായ മൂല്യം കേരളത്തിൽ ആദ്യം ഉന്നയിക്കപ്പെടുന്ന സന്ദർഭമാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ചാന്നാർ ലഹള എന്നെല്ലാം പറയുന്ന സന്ദർഭം. അതിന് പിന്നീട് ചരിത്രത്തിൽ പലതരം തുടർച്ചകളുണ്ടാകുന്നു. അതിൽ സുപ്രധാനമായ ഒന്നാണ് ഇന്നിപ്പോൾ നമ്മളിവിടെ ഒത്തുകൂടുന്ന ഉരുട്ടമ്പലത്തെ മുൻനിർത്തി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ഉയർന്നു വന്ന പ്രതിഷേധവും പിന്നാലെ നീണ്ടു നിന്ന പണിമുടക്ക് സമരവും ഒക്കെ. എന്താണ് അതിൻ്റെ മൗലികമായ പ്രാധാന്യമെന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങളാണ് എന്ന് പറയാം. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിലെ നവോത്ഥാനം എന്നത് മേൽജാതി സമൂഹങ്ങളുടെ മുൻകൈയിൽ രൂപപ്പെട്ടതിനേക്കാൾ വളരെ മുമ്പ് തന്നെ കേരളത്തിലെ അധകൃതർ എന്ന് വിളിക്കപ്പെട്ട ജാതിമർദ്ദനത്തിന് ഇരയാക്കപ്പെട്ട സാമൂഹ്യ വിഭാഗങ്ങളുടെ ചെറുത്തുനിൽപ്പിൽ നിന്നാണ് ഉയർന്നു വന്നത് എന്നത്.